പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ഇതിൽ ആശുപത്രി സൂപ്രണ്ടിന് മറുപടിയുമായി കുട്ടിയുടെ അമ്മ പ്രസീത 24-ൽ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഇന്ന് അല്പം മുൻപാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നുള്ള ചില വിശദീകരണം ഉണ്ടായത്. കുട്ടിക്ക് കൈ മുറിഞ്ഞ് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയ ശേഷം നീരുണ്ടെങ്കിൽ, നിറവ്യത്യാസമോ നീരോ ഉണ്ടെങ്കിൽ കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം പരിശോധിച്ച ഡോക്ടർ നൽകിയിരുന്നു. അത് കുടുംബം പാലിക്കാത്തതാണ് ഇത്രയധികം കോംപ്ലിക്കേഷൻസിന് കാരണമായതും പിന്നീട് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതും എന്നുമാണ് സൂപ്രണ്ട് നൽകുന്ന വിശദീകരണം. പക്ഷേ കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതും ഒരു ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നതും ഇതിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, ചികിത്സാ പിഴവിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു ഈ 9 വയസ്സുകാരി എന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത് ഈ ആശുപത്രിയുടെ വിശദീകരണം വന്ന ശേഷം എന്താണ് കുട്ടിയുടെ അമ്മ പ്രസീതയ്ക്ക് പറയാനുള്ളത് എന്നാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി YS അഭിനന്ദിനോടൊപ്പം ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ആ കുട്ടിയുടെ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റുന്ന നടപടി ഉണ്ടായത്. ഇപ്പോൾ എന്താണ് പ്രസീതയ്ക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ അമ്മ പ്രസീത ഇപ്പോൾ സൂപ്രണ്ടിന് മറുപടിയുമായി തത്സമയം 24-ൽ ചേരുകയാണ്. YS അഭിനന്ദിനൊപ്പം. അഭിനന്ദ്, ഇപ്പോൾ അല്പം മുൻപാണ് ഞാനത് അമ്മ പ്രസീത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രസീത, ഇന്നിപ്പോൾ ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നത് പ്രസീത കേട്ട് കാണുമല്ലോ. കുട്ടിക്ക് അന്ന് കൊണ്ടുവന്ന ശേഷം എന്തെങ്കിലും നീരോ അല്ലെങ്കിൽ നിറവ്യത്യാസമോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 30-ാം തീയതി വളരെ തീരെ വയ്യാത്ത നിലയിൽ ഗുരുതരമായ അവസ്ഥയിലാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിൽ ഡോക്ടർമാരുടെ ചികിത്സയിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ഇന്ന് സൂപ്രണ്ട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ പ്രസീത എന്തു തോന്നി? പ്രസീതയ്ക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. 24-ാം തീയതി ഞങ്ങൾ പോയി, പിന്നെ 25-ാം തീയതി ഞങ്ങൾ പോയി. 25-ാം തീയതി പോയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, കൈയിൻ്റെ വേദനയല്ലേ, അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതുണ്ടാവും, നീരുകെട്ടുണ്ടാവും, വേദന നീരുണ്ടാവും എന്ന് പറഞ്ഞു അവർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കാം, പ്രസീത പറഞ്ഞോളൂ. അതന്നെ, നീരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, അത് എല്ല് പൊട്ടിയതല്ലേ പറഞ്ഞു അവർ. പ്രസീത, ഇപ്പൊ 24-ാം തീയതി കുട്ടിക്ക് മുറിവുമായിട്ട് ചെന്നപ്പോൾ പ്രസീത കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ ഇപ്പോ കുട്ടിയുടെ അമ്മമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടത് മരുന്ന് പോലും വെച്ചില്ല, വെറുതെ അങ്ങ് പ്ലാസ്റ്റർ ചെയ്ത് വിടുകയാണ് ചെയ്തത് എന്നാണ്. ആ സമയത്ത് പ്രസീത ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞത് കുട്ടിയെ നോക്കിയ ശേഷം? കുട്ടിയെ നോക്കിയ ശേഷം അവർ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാം ഒന്നും പറഞ്ഞില്ല. മരുന്ന് തന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു. അതന്നെ പറഞ്ഞിട്ടുള്ളൂ. കുട്ടി കൈ അത് അഴിച്ചു മാറ്റി മുറിവ് നോക്കുകയോ അതിലെന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്നൊന്നും അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രസീത, എന്തുകൊണ്ടാണ് ഇത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പിഴവാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? ഉറച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം അവർ എൻ്റെ മകൾക്ക് നന്നായി നോക്കിയിട്ടില്ല. അവർ നന്നായി നോക്കിയതാണെങ്കിൽ കൈ പോവില്ല. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയ ടെസ്റ്റുകൾ എടുത്തില്ലെങ്കിൽ നന്നായി നോക്കി എന്തെങ്കിലും കല്ലുണ്ടോ, വേറെ എന്തെങ്കിലും കുത്തിക്കയറിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. ഇവരങ്ങനെ ചെയ്തിട്ടുണ്ട് ഇല്ല. പോയി മരുന്ന് വെച്ചു, കെട്ടിട്ടു. പിന്നെ പിറ്റേ ദിവസം OP കാണിക്കാൻ പറഞ്ഞു. OP കാണിച്ചു. ഞങ്ങളങ്ങനെ പിന്നെ 5 ദിവസത്തേക്ക് മരുന്നും തന്നു. 5 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി പറഞ്ഞു. പിന്നെ വേദന വന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണമെന്നോ, അല്ലാണ്ട് നീർക്കെട്ട് കാണുമ്പോൾ വരണമെന്നോ, അങ്ങനെ നീർക്കെട്ട് കാണാനുള്ള കൈയില്ല. കാരണം എൻ്റെ മുട്ടിൻ്റെ മോള് തൊട്ട് ഈ വിരൽ വരെയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് കുട്ടിൻ്റെ കയ്യിൽ, നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നീർക്കെട്ട് കയ്യിൽ വന്നിട്ട് കളറ് മാറിയപ്പോഴാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അത് 30-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ കണ്ടത്. 30-ാം തീയതി രാവിലെ കണ്ടപ്പോഴാണ് പിന്നെ വേഗം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പിന്നെ ഞങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ ശ്രദ്ധിച്ചതാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വരില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർക്ക് കേസ് കൊടുക്കേണ്ട, ഇപ്പം അവനോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്. പ്രസീത, ഈ അന്ന് ആദ്യം ഡോക്ടറെ കാണിച്ചല്ലോ,
അതായത് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്ന് വെച്ചിട്ടാണോ പ്ലാസ്റ്റർ ഇട്ടത്, അതോ വെറുതെ പ്ലാസ്റ്റർ ഇടുകയാണോ ചെയ്തത് മോളുടെ കയ്യിൽ? അല്ല, മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മറൂൺ ഒരു കാപ്പി കളർ മരുന്ന്, ഇങ്ങനെ കാപ്പി കളർ അങ്ങനെ ഒരു വെക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു പഞ്ഞി വെക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കെട്ടിട്ടിട്ടുണ്ടായിരുന്നു. ബീറ്റാഡിനാണോ വെച്ചത്? ബീറ്റാഡിൻ. പക്ഷെ ഈ മുറിവ് ഉണങ്ങിയിട്ടോ മറ്റേ OP ശരി, അതല്ല മരുന്ന് ഏതാണെന്ന് പ്രസീതയ്ക്ക് ഓർമ്മയില്ല അല്ലേ? ഒരു മരുന്നിന്റെ കളർ മാത്രം ഓർമ്മ. ശരി ശരി. കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു? TT ഇഞ്ചക്ഷൻ എടുത്തിരുന്നു? ഇഞ്ചക്ഷൻ ഇട്ടില്ല. ആ മോള് നല്ല വേദനിച്ചിട്ട് കത്തുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ അവള് വേണ്ട പറഞ്ഞ ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അണ്ട് ഞാൻ പിറ്റേ ദിവസം പോയിട്ട് ചോദിച്ചു ഇഞ്ചക്ഷൻ കുത്താൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട പറഞ്ഞു. വേദന കൊണ്ടുള്ള പിറ്റേ ദിവസം പ്രസീത ഈ ഡോക്ടേഴ്സ് ഈ പ്ലാസ്റ്റർ ഇട്ട ശേഷം നിങ്ങളോട് പറഞ്ഞത് 5 ദിവസം കഴിഞ്ഞ് വരാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നീരുണ്ടോ അല്ലെങ്കിൽ നിറവ്യത്യാസമുണ്ടോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ടില്ല? അങ്ങനെ ഇല്ല പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവര് ഹോസ്പിറ്റലിൽ പോയി നോക്കാനോ അങ്ങനെ മുറിവ് എടുത്തിട്ട് നോക്കാനൊന്നും പറഞ്ഞില്ല, കെട്ടടിക്കാനോ അങ്ങനെയും പറഞ്ഞില്ല. അങ്ങനെ പറയണ കൂടെ ഞങ്ങൾക്ക് ചെറിയ ഹോസ്പിറ്റലിൽ പോവായിരുന്നു. ഇത് പ്രസീത ശരിക്കും പറഞ്ഞാല് ഈ വേണ്ട രീതിയിൽ മകളെ നോക്കിയില്ല എന്നാണോ പ്രസീത പറയുന്നത്? അതന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അവര് നോക്കില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട. ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് വന്നു, മരുന്ന് വെച്ചു, കെട്ടിട്ടു, ഞങ്ങൾ അയച്ചു വിട്ടു. കാരണം അഡ്മിറ്റ് പോലും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പിഞ്ചു കുട്ടി 2 എല്ല് പൊട്ടിയിരിക്കുന്നു. അഡ്മിറ്റ് ആക്കണം. അഡ്മിറ്റ് ആക്കിയിട്ട് പരിശോധന നോക്കണ്ടേ? പരിശോധന നോക്കിയില്ല. അവർ വന്നുകൊണ്ട് എക്സ്റേ എടുത്തു, നോക്കി 2 എല്ല് പൊട്ടിയിട്ടുണ്ട്, ഒരു മുറിയുണ്ട്. ആ മുറിക്ക് ഒരു ഓയിൽമെന്റ് വെച്ച് ബാൻഡേജ് വിട്ട് കെട്ടുവിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു. പിന്നെ പിറ്റേ ദിവസം OP വരും പറഞ്ഞു. OP വന്നു. ഞങ്ങൾ വന്നു കണ്ടപ്പോൾ വേദനയുണ്ട് പറഞ്ഞു. വേദനയുണ്ട്, ഇതാ കൈ വീങ്ങിയിട്ടുണ്ട്, കൈ ഇങ്ങനെ മടക്കാൻ കിട്ടുന്നില്ല, വിരലുകൾ മടക്കാൻ കിട്ടില്ല പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് എല്ലിൻ്റെ വേദനയാണ് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അയച്ചു വിട്ടു. പിന്നെ പറഞ്ഞു 5 ദിവസം കഴിഞ്ഞിട്ട് മരുന്ന് തന്നു. 5 ദിവസത്തേക്ക് മരുന്ന് തന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു. ശരി, ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വന്നു. 5 ദിവസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും അവൾക്ക് 5 ദിവസം പറഞ്ഞാൽ വെള്ളിയാഴ്ച തന്നെ അവൾക്ക് വേദന നല്ലോണം വന്നിട്ടുണ്ട്. പക്ഷേ 29-ാം തീയതി ഒന്നും ഉണ്ടായിരുന്നില്ല. 29-ാം തീയതി വൈകുന്നേരം വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നന്നായി ഭക്ഷണവും കഴിച്ച് നന്നായി എണിച്ച് നടക്കും, വേദന കൊണ്ട് എണിച്ച് നടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ 30-ാം തീയതിയാണ് കുട്ടിക്ക് വയ്യാണ്ടായി. കുട്ടി കുഴഞ്ഞു വീണ് എണിക്കാൻ പറ്റാണ്ടായി, ബോധമില്ല, നാക്ക് സംസാരിക്കാനടക്കം കിട്ടാണ്ടായി കുട്ടിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.